കോമ്പിനേഷൻ എന്ന് പറയുന്ന സെക്ഷൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ കൂടിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്നെല്ലാം പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസുകളാണ് ഇവിടെ നമുക്ക് കയറി വരുന്നത്. ഇവിടുത്തെ ചോദ്യങ്ങളുടെ പ്രത്യേകത കോമ്പിനേഷൻ എന്ന് പറയുന്ന കാര്യം മാത്രമല്ല, അതിൽ പെർമ്യൂട്ടേഷൻ കൂടി അതിൽ കയറി വരുന്നതാണ്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ബോർഡിൽ എഴുതിയിട്ടുണ്ട്, അവിടേക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. How many words with or without meaning, each of 3 vowels and 2 consonants, can be formed from the letters of the word involute? Involute എന്ന് പറയുന്ന ഒരു വേർഡ്, ആ വേർഡിൽ 3 വവൽസും 2 കൺസോണൻസും എടുത്തുകൊണ്ട് മീനിങ് ഉള്ളതോ മീനിങ് ഇല്ലാത്തതോ ആയ എത്ര വേർഡ്സുകൾ കണ്ടെത്താൻ വേണ്ടി പറ്റും? അപ്പോൾ നമ്മളിവിടെ ആദ്യം വേർഡിലേക്കൊന്ന് ഒബ്സർവ് ചെയ്യാം. എത്ര വവൽസ് ഉണ്ട്, എത്ര കൺസണൻസ് ഉണ്ട് എന്നുള്ള കാര്യം നോക്കുക. വവൽസ് അല്ലാത്ത കാര്യത്തിനെയാണ് നമ്മൾ കൺസണൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസ് എന്ന് പറയുന്നത് എ, ഇ, ഐ, ഒ, യു എന്നിവയാണ്. ഇതല്ലാത്തതെല്ലാം എന്താണ്? കൺസണൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇൻവല്യൂട്ട് എന്ന് പറയുന്ന വേർഡ് ഒബ്സർവ് ചെയ്യുന്നു. അതിൽ ആകെയുള്ള ലെറ്റേഴ്സിൻ്റെ എണ്ണം 1, 2, 3, 4, 5, 6, 7, 8 ആകെ 8 എണ്ണമാണ് ഉള്ളത്. ഇതിൽ വവൽസുകൾ ഏതൊക്കെയുണ്ട് എന്നുള്ള കാര്യം ഒന്ന് എഴുതാൻ പോവാണ്. വവൽസ് ആർ ഐ എന്ന് പറയുന്ന വവലുണ്ട്, ഒ എന്ന് പറയുന്ന വവലുണ്ട്, ഇ എന്ന് പറയുന്ന വവലുണ്ട്, യു എന്ന് പറയുന്ന വവലുണ്ട്. അപ്പോൾ 5 വവലിൽ 4 വവലാണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. കൺസോണൻസ് ആർ 4 കാര്യങ്ങളാണ് നമുക്ക് വവൽസ് കിട്ടിയിരിക്കുന്നതെങ്കിൽ ആകെ 8 എണ്ണമുള്ളത്. അപ്പോൾ ബാക്കി 4 എണ്ണം എന്തായിരിക്കും? കൺസണൻസ് ആയിരിക്കും. അപ്പോൾ അവിടെയുള്ള കൺസണൻസുകൾ ഏതൊക്കെയാണ് വരുന്നത്? എൻ എന്ന് പറയുന്നത്, വി എന്ന് പറയുന്നത്, എൽ എന്ന് പറയുന്നത്, ടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലായ കാര്യം എന്താണ്? ഇൻവല്യൂട്ട് എന്ന് പറയുന്ന ആ ഒരു വേർഡിൽ ആകെ 8 ലെറ്ററാണുള്ളത്. അതിലെ 4 ലെറ്ററുകൾ വവൽസുകളാണ്, ബാക്കി 4 ലെറ്ററുകൾ കൺസണൻസുകളാണ്. നമുക്കിവിടെ വേണ്ടത് ഒരേ സമയം 3 വവൽസും 2 കൺസോണൻസും എടുത്തുകൊണ്ടുള്ള വേർഡ്സുകളുടെ എണ്ണമാണ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കേണ്ടത് വവൽസിൻ്റെ മാത്രം സെലക്ഷൻ ആലോചിക്കുക, കൺസോണൻസിൻ്റെ മാത്രം സെലക്ഷൻ ആലോചിക്കുക. അതിനുശേഷം ഇത് രണ്ടും കൂടിയും ചേർന്ന് കൊണ്ടുള്ള പെർമ്യൂട്ടേഷനെ കുറിച്ചൊന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്കൊന്ന് പോയി നോക്കാം. ഔട്ട് ഓഫ് 4 വവൽസ് 3 ക്യാൻ ബി ചൂസൺ. നമുക്ക് 3 എണ്ണം ഇവിടെ ആവശ്യമുള്ളൂ. ഇൻ എത്ര വേസിലൂടെ നമുക്ക് ചൂസ് ചെയ്യാം? 4C3 വേസിലൂടെ ചൂസ് ചെയ്യാം. എന്താണ് എഴുതിയിരിക്കുന്നത് ഒന്നുകൂടി ശ്രദ്ധിക്കുക നിങ്ങൾ. ആകെ 4 വവൽസ് ആണ് നമ്മുടെ അടുത്തുള്ളത്. അതിൽ ഒരേ സമയം നമ്മൾ 3 വവൽസ് എടുക്കണം. അപ്പോൾ 4 വവൽസിൽ നിന്നും ഒരേ സമയം 3 വവൽസ് ചൂസ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോസിബിലിറ്റി എന്ന് പറയുന്നത് 4C3 വേസ് ആണ് വരുന്നത്. ഇതുപോലെ കൺസോണൻസിന്റെ കാര്യം, ഔട്ട് ഓഫ് 4 കൺസോണൻസ് 2 ക്യാൻ ബി ചൂസൺ. 4 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം ഒരേ സമയം എടുത്തിട്ടുള്ള കോമ്പിനേഷൻ 4C2 വേസിൽ നമുക്ക് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് നിൽക്കുന്ന വേർഡ്സുകളാണ് നമുക്ക് വേണ്ടത്. 3 വവൽസ് ഉണ്ടാവണം, 2 കൺസോണൻസും ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 3 വവൽസും 2 കൺസോണൻസും ഒരുമിച്ച് നിൽക്കുന്ന എത്ര കേസുകളുണ്ട്? വേർഡ്സിൻ്റെ എണ്ണമല്ല നമ്മൾ പറയുന്നത്, 3 വവൽസും അതുപോലെ തന്നെ 2 കൺസോണൻസും ഒരുമിച്ച് നിൽക്കുന്ന എത്ര സെലക്ഷൻസുകൾ നമുക്ക് കിട്ടും എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ കണ്ടെത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെലക്ഷൻസ് വിത്ത് 3 vowels and 2 consonants is 4C3 into 4C2 ways. 3 വവൽസുകളെ 4C3 വേസിൽ ചൂസ് ചെയ്യാം. അതുമാതിരി 2 കൺസോണൻസിനെ 4C2 വേസിൽ ചൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ രണ്ടും ഒരുമിച്ച് നിൽക്കുന്ന സെലക്ഷനുകളുടെ എണ്ണം എന്ന് പറയുന്നത് 4C3 into 4C2 വേസ് ആയിരിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം, 4C3 into 4C2 എന്ന് പറഞ്ഞ കാര്യം എഴുതിയതിൽ എത്രയാണോ നമുക്ക് കിട്ടുന്നത് അത്രയും സെലക്ഷൻസുകളിൽ 3 വവൽസും 2 കൺസോണൻസും ഉണ്ടായിരിക്കും.
നമ്മൾക്ക് ആദ്യം 3 വവൽസ് വരണമെന്നോ പിന്നീട് 2 കൺസണൻസ് വരണമെന്നോ അവർ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ കൺസണൻസുകൾ ഒരുമിച്ച് നിൽക്കണമെന്നും പറഞ്ഞിട്ടില്ല. അതേമാതിരി വവൽസ് ഒരുമിച്ച് നിൽക്കണമെന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇത് ഷഫിൾ ചെയ്യാവുന്ന രീതിയിലൊക്കെ എന്ത് വരാം, നമുക്ക് വേർഡ്സുകളിലേക്ക് പോകുമ്പോൾ കിട്ടാം. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് 3+2 5 ലെറ്റേഴ്സുകളാണ് ഈ ഓരോ കോമ്പിനേഷനിലും കയറി വരുന്നത്. ആ കോമ്പിനേഷൻസുകളെ നമുക്ക് എത്ര രീതിയിൽ പെർമ്യൂട്ട് ചെയ്യാമെന്ന് ആലോചിക്കുക. എന്തായാലും 5 ലെറ്റർ അതിലുണ്ടാവുള്ളൂ. ഒരേ സമയം 5ഉം എടുത്തുകൊണ്ട് ഏത് ഓർഡർ വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യാം. ആ ഒരു അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് 5p5 ബേസിലായിരിക്കും. അതായത് 5 ഫാക്ടോറിയൽ ബേസിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന റിക്വയർഡ് നമ്പർ ഓഫ് വേർഡ്സ് എന്ന് പറയുന്ന ആൻസർ 4c3 × 4c2 × 5 ഫാക്ടോറിയൽ ആയിരിക്കും. ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. Therefore, required number of words equal to 4c3 × 4c2 × 5 ഫാക്ടോറിയൽ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ 5 ഫാക്ടോറിയലിൻ്റെ കാര്യമാണ്. എങ്ങനെയാണ് ഈ 5 ഫാക്ടോറിയൽ വരുന്നത്? 3 വവൽസും 2 കൺസോണൻസും ഒരുമിച്ച് വരുന്ന സെലക്ഷൻസിൻ്റെ എണ്ണം 4c3 × 4c2 ബേസിലാണ്. അത് 24 ആണ് വരിക. അപ്പോൾ 24 സെലക്ഷൻസുകൾ നമുക്കുണ്ട്. ഓരോ സെലക്ഷൻ എടുത്ത് നോക്കിയാലും അതിൽ 5 ലെറ്റർ ഉണ്ടാവും. ആ 5 ലെറ്ററിൽ 3 വവലും ഉണ്ടായിരിക്കും, 2 കൺസണൻറ്റും ഉണ്ടായിരിക്കും. ഇത് ഒരു പ്രത്യേക ഓർഡറിൽ എഴുതണമെന്ന് ക്വസ്റ്റ്യനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മൾ ഏത് വേർഡ് എടുത്ത് നോക്കിയാലും അതിൽ 2 കൺസണൻറ്റും 3 വവലും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ആ എടുത്തിരിക്കുന്ന ഓരോ സെലക്ഷനിലും എന്ത് വരുന്നുണ്ട്? 3 വവലും 2 കൺസണൻറ്റും വരുന്നുണ്ട്. അവിടെ 5 ലെറ്ററുകളുണ്ട്. അതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ക്രമീകരിക്കാം. അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം. അപ്പോൾ 5 ലെറ്ററിൽ ഒരേ സമയം 5ഉം എടുത്തുകൊണ്ടുള്ള അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് 5p5 അഥവാ 5 ഫാക്ടോറിയൽ ആയിരിക്കും. അപ്പോൾ ഓരോ സെലക്ഷനെയും നമുക്ക് എന്ത് ചെയ്യാം? 5 ഫാക്ടോറിയൽ ബേസിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ റിക്വയർഡ് നമ്പർ ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത് 4c3 × 4c2 × 5 ഫാക്ടോറിയൽ ആയിരിക്കും. വിച്ച് ഈസ് ഈക്വൽ ടു 2880. തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ മോഡലിൽ നിലനിൽക്കുന്ന മറ്റൊരു ചോദ്യമാണ് രണ്ടാമതായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ദ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഹാസ് 5 vowels and 21 consonants. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ 5 vowels ഉണ്ട്, 21 consonants ഉണ്ട്. ഹൗ മെനി വേർഡ്സ് വിത്ത് 2 different vowels and 2 different consonants can be formed from the alphabet? 2 വ്യത്യസ്തമായ വവൽസും അതുപോലെ തന്നെ 2 കൺസോണൻസും ഉപയോഗിച്ചുകൊണ്ട് എത്ര വേർഡ്സുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ വവൽസിൻ്റെ കാര്യം മാത്രം ആലോചിക്കുകയാണ്. 5 വവൽസ് ഉണ്ട്, ഒരേ സമയം നമ്മൾ 2 വവലാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സെൻറ്റൻസ് കൊടുക്കുകയാണ്. ഔട്ട് ഓഫ് 5 vowels 2 can be chosen in 5c2 ways. അപ്പോൾ വവൽസിൻ്റെ കാര്യം മുഴുവനായി കഴിഞ്ഞു. ഇനി നമ്മൾ കൺസോണൻസിൻ്റെ കാര്യത്തിലേക്ക് പോവാണ്. Out of 21 consonants 2 can be chosen in 21c2 ways. അപ്പോൾ വവൽസ് എന്ന് പറയുന്ന കാര്യം 5 വവൽസിൽ നിന്നും 2 ചൂസ് ചെയ്യുന്നത് 5c2 വേസിൽ പറ്റും. അതുപോലെ 21 കൺസോണൻറ്റിൽ നിന്നും 2 കൺസോണൻറ്റ് ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് 21c2 വേസിൽ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് നിൽക്കുന്ന രീതിയിലുള്ള നമ്പർ ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത്, therefore number of selections of 2 vowels and 2 consonants can be in 5c2 × 21c2 ways. അതായത് 2 വവൽസും 2 കൺസോണൻസും ഒരുമിച്ച് നിൽക്കുന്ന രീതിയിലുള്ള നമ്പർ ഓഫ് സെലക്ഷൻസ് എന്ന് പറയുന്നത് 5c2 × 21c2 വേസിലായിരിക്കും. മുൻപത്തെ ചോദ്യത്തിൽ ചിന്തിച്ച അതേപോലെ തന്നെ 2 വവലും 2 കൺസോണൻറ്റും ഉള്ള സെലക്ഷൻസുകൾ നമ്മുടെ കയ്യിലുണ്ട്. അതായത് ഇവിടെ ശരിക്കും 4 ലെറ്ററുകൾ വരും. ഈ 4 ലെറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാം അത് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇവിടെ 4 ലെറ്ററുകളെ എത്ര രീതിയിൽ പെർമ്യൂട്ട് ചെയ്യാം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ആലോചിക്കുക. 4 ഫാക്ടോറിയൽ വേസിൽ അതിനെ പെർമ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത് 5c2 × 21c2 ×
4 ഫാക്ടോറിയൽ, കാരണം മൊത്തം 4 ലെറ്ററുകളോട് വരും. ആ 4 ലെറ്ററുകളെ ഏത് ഓർഡറിൽ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. ആ അറേഞ്ച്മെന്റ് കൂടി നമ്മൾ മുന്നിൽ കാണണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 4 ഫാക്ടോറിയൽ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായി മൾട്ടിപ്ലൈ ചെയ്യണം. വിച്ച് ഇസ് ഈക്വൽ ടു 50,400. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. എ ഗ്രൂപ്പ് കൺസിസ്റ്റ് ഓഫ് 4 ഗേൾസ് ആൻഡ് 7 ബോയ്സ്. 4 ഗേൾസും 7 ബോയ്സും ഉള്ള ഒരു ഗ്രൂപ്പാണ് നമ്മുടെ കൈവശമുള്ളത്. ഇൻ ഹൗ മെനി വേസ് ക്യാൻ എ ടീം ഓഫ് 5 മെമ്പേഴ്സ് ബി സെലക്റ്റഡ്? ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും നമ്മൾ 5 മെമ്പേഴ്സ് അടങ്ങിയിട്ടുള്ള ടീമുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ ടീമുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളെടുക്കുന്ന ടീംസിൽ പെൺകുട്ടികളൊന്നും ഇല്ലാത്ത ടീമുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. അത് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യനാണ്. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഏത് ടീം എടുത്ത് നോക്കിയാലും അതിൽ മിനിമം ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ ചോദ്യം പറയുന്നത് മിനിമം 3 പെൺകുട്ടികളെങ്കിലും ഈ 5 മെമ്പേഴ്സ് അടങ്ങിയിട്ടുള്ള ടീമുകളിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ എത്ര ടീംസ് കണ്ടെത്താൻ പറ്റും? അത് മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒന്നാമത്തെ കാര്യത്തിലേക്ക് ഒന്ന് പോവാം. 4 ഗേൾസും 7 ബോയ്സും ആണ് ഉള്ളത്. ഒന്നാമത്തേക്ക് നിങ്ങൾ ചിന്തിക്കുമ്പോൾ 5 മെമ്പേഴ്സാണ് നമ്മുടെ ടീമിൽ ഉണ്ടാവേണ്ടത്. ഈ 5 മെമ്പേഴ്സിൽ ഒരു പെൺകുട്ടി പോലും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള ആൾക്കാരെല്ലാം എന്തായാൽ മതി? ബോയ്സ് ആയാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് റിക്വയർഡ് നമ്പർ ഓഫ് ടീംസ്, ആകെ 7 ആൺകുട്ടികളുള്ളത്, അതിൽ ഒരേ സമയം 5 പേരെ ഉൾപ്പെടുത്തുക. 7C5 വേസിൽ എന്ത് ചെയ്യാം? ആ പറയുന്ന കുട്ടികളെ നമുക്ക് ഉൾപ്പെടുത്താം. വിച്ച് ഇസ് ഈക്വൽ ടു 21. അപ്പോൾ 21 ടീമുകൾ പെൺകുട്ടികളൊന്നും ഉൾപ്പെടാത്ത രീതിയിൽ 5 മെമ്പേഴ്സ് അടങ്ങിയ ടീമുകൾ ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ 5 മെമ്പേഴ്സാണ് ടീമിൽ വേണ്ടത്. അതിൽ മിനിമം ഒരു ആൺകുട്ടിയും അതുപോലെ ഒരു പെൺകുട്ടിയും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ റിക്വയർഡ് നമ്പർ ഓഫ് ടീംസ് ഈക്വൽ ടു, ആദ്യം നമ്മൾ കൃത്യം ഒരു പെൺകുട്ടീനെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 4 നിന്ന് ഒരാളെ മാത്രം ഉൾപ്പെടുത്താം. 4C1 വേസിൽ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമ്മൾ ആകെ ഒരു മെമ്പറെയാണ് ചൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇനി എന്ത് ചെയ്യണം? 7 ആൺകുട്ടികൾ നമ്മുടെ കയ്യിലുണ്ട്. അതിൽ നിന്നും എന്ത് ചെയ്താൽ മതി? 4 ആൾക്കാരെ ചൂസ് ചെയ്താൽ മതി. അപ്പം ഞാൻ 7 ആൺകുട്ടികളിൽ നിന്നും 4 പേരെ ചൂസ് ചെയ്യാണ്. ഇപ്പം മൊത്തത്തിൽ എത്രയായി? 1 + 4 എത്രയായി? 5 മെമ്പേഴ്സായി. ഇത് ഒരുമിച്ച് കിട്ടുന്ന ടീംസിൻ്റെ എണ്ണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പ്രോഡക്റ്റാണ് എടുക്കേണ്ടത്. കാരണം മറ്റേ ടൈമിൽ 5 എന്ന് പറയുന്ന കാര്യം വരണമെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇത് മാത്രം പോരാ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അറ്റ്ലീസ്റ്റ് 1 ബോയ് ആൻഡ് 1 ഗേൾ എന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ എഴുതിയിരിക്കുന്നതിൽ മിനിമം ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതേപോലെ അടുത്ത് നമുക്ക് എന്ത് പറയാം? 4C2 × 7C3 എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കും നിങ്ങൾ. 4 പെൺകുട്ടികളിൽ നിന്നും ഒരു പെൺകുട്ടിയെ മാത്രം ഉൾപ്പെടുത്തി. അടുത്ത സ്റ്റെപ്പ് ഞാൻ എന്താ ചെയ്ത്? 4 പെൺകുട്ടിയിൽ 2 പെൺകുട്ടിയെ ഉൾപ്പെടുത്തി. അപ്പോൾ 7 ആൺകുട്ടിയിൽ നിന്നും 3 പേരെ ഉൾപ്പെടുത്തേണ്ടി വരും. അത് നമുക്ക് 4C2 × 7C3 വേസിൽ ചെയ്യാം. ഇത് ഒരാൾക്ക് എടുക്കാവുന്ന സെലക്ഷൻസ് ആണ്. ഇത് മറ്റൊരാൾക്ക് എടുക്കാവുന്ന സെലക്ഷനാണ്. ഇനി 4C3 4 പെൺകുട്ടികളിൽ നിന്നും 3 പെൺകുട്ടികളെയും ഉൾപ്പെടുത്തി. അപ്പോൾ 7 ആൾക്കാരിൽ നിന്നും ഒരേ സമയം നമ്മൾ 2 പേരെ ഉൾപ്പെടുത്തിയാൽ മതി. അപ്പോൾ ടീംസ് എന്ന് പറയുന്ന കാര്യമായി. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള സെലക്ഷൻ എന്ന് പറയുന്നത് 4C3 × 7C2 ആണ്. 4C4 × 7C1, അതായത് എന്താണ്? 4 പെൺകുട്ടികളിൽ 4 പേരെയും ഉൾപ്പെടുത്തി. അപ്പോൾ 7 ആൺകുട്ടികളിൽ നിന്നും ഒരാളെ മാത്രം ഉൾപ്പെടുത്തിയാൽ മതി. ഇതും എന്ത് തന്നെയാണ്? 5 മെമ്പേഴ്സ് അടങ്ങിയ ടീം എന്ന് പറയുന്ന കാര്യം തന്നെയാണ്. ഞാൻ ഈ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യത്തിലും മിനിമം ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും എല്ലാ സെലക്ഷൻസുകളിലും വരുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ ടീംസിൻ്റെ എണ്ണത്തിലും വരുന്നുണ്ട്. ഇത് ഒരാൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്, ഇത് മറ്റൊരാൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്, ഇത് മറ്റൊരാൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്, ഇത് മറ്റൊരാൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അതായത് ഡിഫറെൻറ്റ് വേയ്സ് ആണ് ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം സം ആയിരിക്കും. കാരണം ഇവിടെ ഓരോ കാര്യം നോക്കൂ. ഇവിടെ 5 മെമ്പേഴ്സ് ഉണ്ട്, ഇവിടെയും 5 മെമ്പേഴ്സ് ഉണ്ട്, ഇവിടെയും 5 മെമ്പേഴ്സ് ഉണ്ട്, ഇവിടെയും 5 മെമ്പേഴ്സ് ഉണ്ട്. വിച്ച് ഇസ് ഈക്വൽ ടു 441. അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഏത് ടീം എടുത്ത് നോക്കിയാലും ആ ടീമിൽ 5 മെമ്പേഴ്സ് ഉണ്ടാവാൻ പാടുള്ളൂ. അതിൽ മിനിമം 3 പെൺകുട്ടികൾ ഉണ്ടായിരിക്കണം. അപ്പം നമ്മൾ ആദ്യം കൃത്യം 3 പെൺകുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം.
എത്ര രീതിയിൽ നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റും? 4C3 വേസിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ടീം മുഴുവനാവണമെന്നുണ്ടെങ്കിൽ 7 ആൺകുട്ടികളിൽ നിന്ന് നമ്മൾ 2 പേരെ ചൂസ് ചെയ്തേ പറ്റുകയുള്ളൂ. ഇവയുടെ പ്രോഡക്റ്റ് ആണ് എന്ത് വരിക? ടീംസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, നമുക്ക് 4C4 എന്ന് പറയുന്ന കാര്യം എടുക്കാം. 4 പെൺകുട്ടികൾ ഉൾപ്പെടുത്താം. അപ്പോൾ 7 ആൾക്കാരിൽ നിന്ന് നമുക്ക് ഒരാളെ മാത്രം ഉൾപ്പെടുത്തിയാൽ മതി. അപ്പോൾ നമ്പർ ഓഫ് ടീംസ് എന്ന് പറയുന്നത് 4C4 × 7C1 ബേസിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 2 സെലക്ഷൻസിൻ്റെ കാര്യത്തിൽ നോക്കിയാലും മിനിമം 3 പെൺകുട്ടി എന്ന് പറയുന്ന ആശയം രണ്ടിലും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ ഇവയുടെ സം ആയിരിക്കും. അതായത് ഇറ്റ് ഈസ് ഈക്വൽ ടു 91. ഈ ആൻസർ ഞാൻ ഡയറക്റ്റ് എഴുതുന്നത്, നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഇത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ 91 എന്ന് പറഞ്ഞ് കാണിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരിട്ടിട്ട് ആൻസർ എഴുതി മുൻപിലേക്ക് പോകുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഇൻ ആൻ എക്സാമിനേഷൻ എ ക്വസ്റ്റ്യൻ പേപ്പർ കൺസിസ്റ്റ് ഓഫ് 12 ക്വസ്റ്റ്യൻസ് ഡിവൈഡഡ് ഇൻ ടു 2 പാർട്സ്, പാർട്ട് 1 ആൻഡ് പാർട്ട് 2. ഒരു എക്സാമിനേഷനിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നതിൽ ആകെ 12 ക്വസ്റ്റ്യൻസുകളാണുള്ളത്. ആ 12 ക്വസ്റ്റ്യൻസുകളെ 2 പാർട്ടുകളാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1, പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട്. ഇതിലെ പാർട്ട് 1-ൽ 5 ക്വസ്റ്റ്യനും പാർട്ട് 2-ൽ 7 ക്വസ്റ്റ്യനുമാണ് നിലനിൽക്കുന്നത്. ഒരു കുട്ടി 8 ക്വസ്റ്റ്യനാണ് പരീക്ഷയ്ക്ക് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. അതിലെ 8 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഏത് പാർട്ട് എടുക്കുകയാണെങ്കിലും അതിൽ നിന്നും മിനിമം 3 എണ്ണമെങ്കിലും എന്ത് ചെയ്യണം? അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര രീതിയിൽ ഈ കുട്ടിക്ക് 8 ക്വസ്റ്റ്യൻസുകൾ സെലക്ട് ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റും? ഇതാണ് നമ്മുടെ മുൻപിലുള്ള ചോദ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ആലോചിക്കേണ്ട കാര്യം, 12 ക്വസ്റ്റ്യൻസുകളാണ് ആകെയുള്ളത്. അതിനെ 2 പാർട്ടുകളാക്കി മാറ്റിയിട്ടുണ്ട്. പാർട്ട് 1 എന്ന് പറയുന്നതും പാർട്ട് 2 എന്ന് പറയുന്നതും. ഇതിൽ 5 ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതിൽ 7 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനുശേഷം എന്ത് പറയുന്നു? ഏത് കുട്ടി എക്സാമിനേഷൻ എഴുതുകയാണെങ്കിലും 8 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ 8 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഓരോ പാർട്ടിൽ നിന്നും മിനിമം 3 എണ്ണമെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ അറ്റ്ലീസ്റ്റ് എന്ന് പറയുന്ന ഒരു ആശയം അവിടെ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ നേരിട്ടിട്ട് അതിൻ്റെ ആൻസറിലേക്ക് കണക്ട് ചെയ്യാണ്. കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പ് പറയുമ്പോഴും നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ഷൻ ഈക്വൽ ടു, ആദ്യം ഞാൻ ഈ പാർട്ട് 1-ലെ 5 ക്വസ്റ്റ്യനിൽ നിന്ന് കൃത്യം 3 എണ്ണത്തിനെ ഉൾപ്പെടുത്താണ്. അപ്പോൾ 5C3 വേസിൽ അതിനെ ഉൾപ്പെടുത്താം. ഇപ്പോൾ ആകെ 3 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ, 8 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 7 ക്വസ്റ്റ്യൻസുകളിൽ നിന്നും ഒരേ സമയം 5 ക്വസ്റ്റ്യൻ അവിടെ എന്ത് ചെയ്യേണ്ടി വരും? ചൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റാണ് ആദ്യത്തെ രീതിയിലുള്ള സെലക്ഷൻ. ആദ്യത്തെ രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? 5-ൽ ഒരേ സമയം 3 ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സെലക്ഷനാണത്. ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 5-ൽ ഒരേ സമയം 4 ഉൾപ്പെടുത്താം. മിനിമം 3 എണ്ണം വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 4 എണ്ണം ഉൾപ്പെടുത്തുകയാണെങ്കിൽ 7-ൽ നിന്ന് എത്ര എണ്ണം മതി? 4 എണ്ണം മതി. ഈ ഒരു രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം? സെലക്ഷൻ നടത്താം. അതേപോലെ 5C5, 5-ൽ 5 നമുക്ക് എന്ത് ചെയ്യാം? അറ്റൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ആ കുട്ടിക്ക് 5-ൽ 5 എന്ത് ചെയ്യാം? അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ 7 എണ്ണത്തിൽ നിന്ന് 3 എണ്ണം മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ആ ഒരു സെലക്ഷൻ എന്ന് പറയുന്നത് 5C5 × 7C3 എന്ന് പറഞ്ഞ ആശയമായിരിക്കും. നമ്മൾ എഴുതിയിരിക്കുന്ന ഓരോ കാര്യത്തിലും മിനിമം പാർട്ട് 1 നിന്നാണെങ്കിലും പാർട്ട് 2-ൽ നിന്നാണെങ്കിലും 3 ക്വസ്റ്റ്യൻസുകൾ അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ള ആശയം നിലനിൽക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ 3 എണ്ണം ഉണ്ട്, ഇവിടെയാണെങ്കിൽ 5 എണ്ണം ഉണ്ട്. അപ്പോൾ മിനിമം 3 എന്ന് പറഞ്ഞ കാര്യം നിൽക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ 4 എണ്ണമുണ്ട്, അപ്പുറത്തും 4 എണ്ണം ഉണ്ട്. അപ്പോൾ മിനിമം 3 എന്ന് പറയുന്ന കാര്യം നിലനിൽക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ 5, 3, അതായത് 3 എണ്ണം നിലനിൽക്കുന്നു എന്നുള്ള കാര്യം ഉണ്ട്. അതുപോലെ തന്നെ അതിൽ കൂടുതൽ വരുന്നു എന്നുള്ള കാര്യം ഇവിടെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇതിൻ്റെയൊക്കെ സം ആയിരിക്കണം. വിച്ച് ഇസ് ഈക്വൽ ടു 420. അപ്പോൾ 420 വേസിൽ എന്ത് ചെയ്യാം? 8 ക്വസ്റ്റ്യൻസുകൾ ഒരു കുട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആകെ 4 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഈ 4 ക്വസ്റ്റ്യൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ കോമ്പിനേഷൻ എന്ന് പറയുന്ന കാര്യം മാത്രമല്ല, പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്ന കാര്യം കൂടി കയറി വരുന്ന രീതിയിലുള്ളതാണ്. കോമ്പിനേഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതും അല്ലെങ്കിൽ ടീംസുകളുടെ കാര്യം ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതും അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും മാത്രമാണ്. ആദ്യത്തെ 2 ക്വസ്റ്റ്യനും പെർമ്യൂട്ടേഷനും ഉണ്ട്, അതിൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞ കാര്യമുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ നല്ലതുപോലെ ചെയ്തു പഠിക്കുക.
നമ്മൾക്കിനി ഡിക്ഷണറി ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതും അതുമാതിരി തന്നെ വേർഡുകളുടെ റാങ്ക് കണ്ടുപിടിക്കുന്നതുമായ രീതിയിലുള്ള 4-5 ക്വസ്റ്റ്യൻസുകൾ കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോഴേക്കും നിങ്ങളിതെല്ലാം പഠിച്ച് വയ്ക്കുക. ആ ക്വസ്റ്റ്യൻസുകളുടെ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.